കേരള ടു മണാലി സീരീസ് പാർട്ട് 6. മണാലിക്ക് പോകാനുള്ള ബസ് കാശ്മീരി ഗേറ്റിലാണ്. സോ ഞങ്ങളൊരു ക്യാബ് വിളിച്ചാണ് അങ്ങോട്ട് പോകുന്നത്. ഡൽഹിയിൽ നല്ല ട്രാഫിക് ഉള്ളതുകൊണ്ട് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ വണ്ടി വന്നത്. അങ്ങനെ അവിടെ നമ്മൾ എത്തിയപ്പോഴത്തേക്കും നല്ലോണം ലേറ്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ലേറ്റ് ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ ബസ് പോയെന്ന്. പക്ഷെ ഭാഗ്യത്തിന് നമ്മൾ എത്തിക്കഴിഞ്ഞാണ് ബസ് എടുത്തത്. ഈ ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. ബാഗെല്ലാം ഡിക്കിയിൽ വെച്ച് നേരെ സീറ്റിൽ പോയിരുന്നു. നല്ല വിശപ്പുള്ളതുകൊണ്ട് ബ്രെഡും ജാമും ബസ്സിലിരുന്ന് കഴിച്ചേ. ഒരു 8 മണിയായപ്പോൾ ബസ് എടുത്തു. പിന്നെ നൈറ്റ് 12 ആയപ്പോൾ ഫുഡ് കഴിക്കാൻ നിർത്തിയേ. ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ ഓൾറെഡി കൊണ്ടുവന്നത് കൊണ്ട് അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ചായ മാത്രം ഞങ്ങൾ വാങ്ങി. അപ്പോഴത്തേക്കും അവരുടെ ബസ് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫുഡ് ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചതിന് ചെറിയ സീനായി. ഔട്ട്സൈഡിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്ന് കഴിക്കുവാണെങ്കിൽ ഒരാൾ 50 രൂപ വെച്ച് കൊടുക്കണമെന്നാണ്. പക്ഷേ ഞങ്ങൾ ഓൾറെഡി ചായ വാങ്ങിച്ചു, അതിന് പേ ഒക്കെ ചെയ്തതാണ്. പക്ഷെ അവർ സമ്മതിച്ചില്ല. അവർക്ക് പൈസ കൊടുത്തിട്ടേ അവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷയമായി. കുറേ സംസാരിച്ചു. പിന്നെ ഇവർ ഇഷ്യൂ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യമായി. ബസ് എടുത്തത് കൊണ്ട് നമ്മളൊരു 200 രൂപ കൊടുത്തിട്ട് അങ്ങ് വന്നു. കാരണം നമുക്ക് ടൈമില്ല, ബസ് എന്തായാലും എടുത്ത് പോവും. വേറെ വഴിയില്ലാത്തതുകൊണ്ട് പൈസ കൊടുക്കേണ്ടി വന്നു. ഇനി മണാലിക്കാരെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അബദ്ധം ചെയ്യാതിരിക്കുക. ഇവർ മാക്സിമം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ നോക്കും.